ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങൾ. അമേരിക്കയുടെ ഈ സിറ്റുവേഷനെ കൃത്യമായിട്ട് റഷ്യ, തുർക്കി, അതേപോലെ തന്നെ ചൈന, ഇറാൻ ഈ രാജ്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ട്രംപ് കൊടുത്തിരിക്കുന്ന ഒരു ഗ്യാപ്പ്, ഒരു 21 ഡേയ്സ് ഗ്യാപ്പ് ഇറാന് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് ഒരു ഗ്യാപ്പ് വിട്ടതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇറാനാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ പൂർണ്ണ ആധിപത്യം അവർക്കുള്ളതുപോലത്തെ രീതിയിൽ അവർ ആ മേഖലയിൽ സർവൈലൻസ് നടത്തുന്ന അമേരിക്കൻ ഹെലികോപ്റ്റേഴ്സിനെയൊക്കെ അവർ എയിം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇറാന് ശരിക്കും അമേരിക്കയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അമേരിക്കൻ വാർഷിപ്പുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തി കാണിച്ചാൽ മതി, അതോടെ എല്ലാം തീരും. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ളൊരു ആക്രമണത്തിന് ഇറാൻ മുതിർന്നിട്ടില്ല. ഒരു തരത്തിലും അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചിട്ടുമില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ട്രംപിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പല മേഖലകളിലും ട്രംപ് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അഡീഷണൽ സെക്യൂരിറ്റി ഫോഴ്സിന് അമേരിക്കയുടെ പെൻറ്റഗൺ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാൻ വളരെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി കൂട്ടുകെട്ട്, മക്ക പാക്ട്. അപ്പോൾ ഈ പാക്റ്റിനെതിരെ ഓൾറെഡി തന്നെ ഇതിന് ബദലായിട്ട് മറ്റു പല ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ, സൈപ്രസ്, ഗ്രീസ് എന്നൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള 3 രാജ്യങ്ങളുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിലപാടുകൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളല്ല ഈ മേഖലയിൽ പുതിയതായിട്ട് ഒരു മെക്ക പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾറെഡി തന്നെ ഇവിടെ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഗ്രീസ്, സൈപ്രസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ ഇവിടെ പറഞ്ഞു വെച്ചത്. ഹമാസ് ആണെന്നുണ്ടെങ്കിൽ പലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയാണ്. അതായത് വരുന്ന നവംബർ 26 ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകും, അതുപോലെ ഡിസാർമെൻറ്റ് നടത്തും, അതായത് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങും. അതുപോലെ തന്നെ ഇനി ഹമാസിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ മാറ്റിയിട്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇസ്രായേലിൻ്റെ നിലപാടുകൾ വളരെ ശരിയാണെന്നുള്ളതിനെ വീണ്ടും വീണ്ടും ശരിവെക്കുകയാണ് ചെയ്യുന്നത് ഹമാസിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ. ഇത് ശരിക്കും അമേരിക്കയാണ് ഇതിനെക്കുറിച്ച് തിരിച്ചറിയേണ്ടത്. പക്ഷേ അമേരിക്ക ഇസ്രായേലിനെ ഗാസയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ടൈറ്റൻ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഒരു വിള്ളൽ പ്രത്യേകിച്ച് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് വീണിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ്. കാരണം ഈ വിഷയത്തിനെക്കുറിച്ച് അമേരിക്കയോ ഇസ്രായേലോ വീണ്ടും ആവർത്തിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നില്ല. പക്ഷേ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ ഗാസയ്ക്കുള്ളിൽ മുന്നോട്ട് പോവാണ്. ഗാസയിൽ ഇന്നലെ 2 സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഒരു വാഹനത്തിന് മേളിലൊരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. ഖാൻ യൂണിസിൽ ഒരു സ്ഥലത്ത് കൃത്യമായിട്ടുള്ള പ്രിസൈസ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അബു റിയാദ് എന്നറിയപ്പെടുന്ന ജമാൽ അബു ഖാമിൽ എന്ന് പറഞ്ഞ വ്യക്തി എലിമിനേറ്റഡ് ആണ് ഗാസയ്ക്കുള്ളിൽ. ഹമാസ് മെമ്പറാണ്, ഹമാസ് കമാൻഡറാണ്, ഗാസ ഡിസ്ട്രിക്ട് പോലീസ് മെമ്പറാണ്. ഈ വ്യക്തി ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ഉള്ളിൽ ബോർഡർ പൊളിച്ച് അകത്തോട്ട് കയറിയതിൽ നമ്പർ 1 ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആണ് ഇസ്രായേൽ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾ ഹുദൈഫ കാഫിരി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഹമാസിൻ്റെ കമ്പനി കമാൻഡറാണ്. വെസ്റ്റേൺ ഖാൻ യൂണിസിൽ നടത്തിയ അറ്റാക്കിൽ ഈ വ്യക്തിയെയും ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ടിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 68% ഇടിവ് നേരിട്ടിരിക്കുന്നത് ഡയമണ്ടിൻ്റെ പ്രൈസ്. 68% മീൻസ് 2011 മുതൽ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 68% ഇടിവ് നേരിട്ടിട്ടുണ്ട് 2026 ആകുമ്പോഴത്തേക്കും. യൂറോപ്യൻ യൂണിയൻ കൊളംബിയയ്ക്ക് മേളിലൊരു വിമർശനവുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ സിറിയയുടെ മേളിൽ ഗോലാൻ ഹൈറ്റ്സിലുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് കൊളംബിയ അതിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സിറിയയുടെ സ്വാതന്ത്ര്യത്തിനെ, ഇൻഡിപെൻഡൻറ്റ് സിറിയയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഫോളോ ചെയ്യണം, അതിന് ബാധ്യസ്ഥരാണ്.
എന്നുള്ളതാണ് യൂറോപ്പിൻ്റെ നിലപാടെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇസ്രായേലിൻ്റെ ഗോലൻ ഹിറ്റ്സ് ഒക്കുപ്പേഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് കൊളംബിയ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൊളംബിയക്കെതിരെയും യൂറോപ്യൻ യൂണിയൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ട്രംപിൻ്റെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള കരോലിന ലെവിറ്റ് അവർ റിസൈൻ ചെയ്യുകയാണ്. ഓഗസ്റ്റ് അവസാനത്തോടു കൂടി അവർ വൈറ്റ് ഹൗസ് വിടും. പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ 2 മക്കളുമായിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ലൈഫ് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ വൈറ്റ് ഹൗസിലെ ട്രംപിൻ്റെ സ്പോക്സ് പേഴ്സൺ എന്നുള്ള ഒരു പൊസിഷനിൽ നിന്നും അവർ റിസൈൻ ചെയ്യുകയാണ്. സ്പെയിൻ വിറ്റ്നസ്ഡ് സ്പെക്ടാക്കുലർ സോളാർ എക്ലിപ്സ്. ഓഗസ്റ്റ് 12-ാം തീയതി സോളാർ എക്ലിപ്സ് പ്രത്യക്ഷപ്പെട്ട ദൃശ്യങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. സ്പെയിനിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണിത്. And that is totality. Oh, wow. Oh my goodness. Oh, wow. And I can see with my naked eye the prominence on the left-hand side, which we could see from the WB-57 camera. Like, I can see part of... It's almost there. Oh my God, look at that. Wow. Да, смотри, смотри, смотри. It goes back. Wow. Wow. Все, все, Sí, ya está, ya no se puede, ya no se puede. Ya no se puede. ¿Cómo te diagnosis? Ya está, ya. ഉക്രൈൻ്റെ ഭാഗമായിട്ടുള്ള റഷ്യൻ ഒക്കുപ്പൈഡ് എന്ന് അറിയപ്പെടുന്ന സെവസ്റ്റപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂർണ്ണമായിട്ടും ഇരുട്ടായിരുന്നു, ഫുൾ ബ്ലാക്ക് ഔട്ട് എന്നാണ് പറയുന്നത്. ഉക്രൈൻ ആക്രമണത്തെ തുടർന്നാണ് അവിടെ ഈ ഒരു ഫുൾ ബ്ലാക്ക് ഔട്ട് ആയതെന്നാണ് പറയുന്നത്. ശരിക്കും ഉക്രൈൻ്റെ സ്ഥലത്തിലേക്ക് തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ റഷ്യയും തിരിച്ചടിക്കുന്നുണ്ട്. ഈ സെബസ്റ്റപ്പോളിൽ റഷ്യൻ ഇൻസ്റ്റാൾഡ് അതോറിറ്റീസ് ആണ് അവിടെ ഉള്ളത്. അവർ പറഞ്ഞിരിക്കുന്നത് കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഇല്ല, ബ്ലാക്ക് ഔട്ടാണ്, കുറച്ച് സമയത്തേക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ തുടരുന്നത് എന്നുള്ള ഒരു അറിയിപ്പാണ് അവരുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഹുസൈൻ മുഹമ്മദ് മിഗ്ദാഖ് ഇയാളൊരു ഹിസ്ബുള്ള മെമ്പറാണ്. കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഇയാൾ അസുഖബാധിതനാണ്. അസുഖബാധിതൻ മീൻസ് ഒരു ആക്രമണത്തിൽ ഇയാളുടെ കാല് വരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ജെറുസലേമിൽ 1966 ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ചാടിക്കെട്ടി പോയതാണ്. അങ്ങനെയാണ് കാല് നഷ്ടപ്പെടുന്നത്. വലിയ രീതിയിലുള്ള ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം തന്നെ റിക്കവറായി കാലൊക്കെ നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഹുസൈൻ മുഹമ്മദ് മിഗ്ദാദ്. അയാൾ ഇന്നലെ മരണപ്പെട്ടു. ഇസ്രായേൽ വധിച്ചതല്ല, ശരിക്കും അയാൾ മരണപ്പെട്ടതാണ്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കട്സ് ഇന്ന് സൗത്ത് ലെബനാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സോൾജേഴ്സിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു യാത്ര. 2026 മാത്രം ഇതുവരെ ഇറാൻ 915 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. അതിൽ ഓഗസ്റ്റിൽ മാത്രം 15 പേര് ഇതുവരെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഫുൾ ആൻഡ് ഫുൾ അമേരിക്കയുടെ കൺട്രോളിലാണ്, ഇറാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്കാണ് തന്നിരിക്കുന്നത്, വീണ്ടും ശക്തമായ രീതിയിൽ ഇറാനെതിരെ ഞങ്ങൾ നടപടിയെടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഇറാൻ്റെ ഭീഷണിക്ക് ഒരു റിറ്റാലിയേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ പുള്ളിക്കാരൻ ഈ ഒരു ട്വീറ്റ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് USA ഹാസ് എ ടോട്ടൽ കൺട്രോൾ ഓഫ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ കപ്പലുകളുടെ എണ്ണമോ 11 കപ്പലുകൾ, 5 കപ്പലുകൾ, 6 കപ്പലുകൾ, 8 കപ്പലുകൾ, ഇങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കഷം ഐലൻഡ് ആ ഭാഗത്ത് ഓയിൽ സ്പിൽ ഓവർ, അതായത് അവിടെ തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നത് കൊണ്ടും ചില എണ്ണക്കപ്പലുകൾ അവിടെ ആക്രമിക്കപ്പെട്ടത് കൊണ്ടും ഓയിൽ ലീക്കായിട്ട് ആ ഏരിയ മൊത്തം ഓയിൽ സ്പ്രെഡായി പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ ഞാൻ FCRA ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ പണ്ട് നടന്നിരുന്ന KGBയുടെ ഇൻവോൾവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ ഫണ്ടുകളുടെ ഇൻവോൾവ്മെൻറ്റും അതിനെ തുടർന്ന് ഇന്ത്യ 1976 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ FCRA ബില്ല് ഇംപ്ലിമെൻറ്റ് ചെയ്തത് തുടർന്ന്
നടത്തിയ അമെൻമെൻറ്റുകളും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ എപ്പിസോഡ് വരും. പക്ഷേ ഇച്ചിരി ടൈം എടുക്കും. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും വരും. പിന്നെ വീഡിയോകൾ കാണുമ്പോഴത്തേക്കും നിങ്ങളെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പരമാവധി നിങ്ങൾ അൺബയാസ്ഡ് ആയിട്ട് അതിനെ കേൾക്കാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഞാൻ അൺബയാസ്ഡ് ആയിട്ടാണ് ആ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും അൺബയാസ്ഡ് ആയിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ തീർച്ചയായിട്ടും FCRA എന്ന് പറയുമ്പോഴത്തേക്കും ഫോറിൻ ഫണ്ടിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയൻസസിൻ്റെ റെഗുലേഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ലോ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അതിൽ ആശങ്കയുണ്ടാവുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് ക്രിസ്ത്യൻ മിനിസ്ട്രികളുടെ സൈഡിൽ നിന്നാണ് വരുന്നത്. അത് ചാരിറ്റി ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു FCRA ബില്ല് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിൽ ആശങ്ക ഉണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ആ ബില്ല് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ എനിവേ അതുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡുകൾ വൈകാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.